ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പെട്ടെന്ന് വയനാട് പോകാമെന്ന് വിചാരിച്ചു. നൈറ്റാണ് ഇന്ന് വയനാട്ടിലോട്ട് വിടുന്നത്. അങ്ങനെ ഞാൻ ആദ്യം ട്രെൻഡ്സിലോട്ട് പോയി അവിടെ എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടോ നോക്കാൻ വിചാരിച്ചു. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഓട്ടോറിക്ഷയും പിടിച്ച് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോയി. അവിടെ നിന്ന് ബസ്സും കയറി നമ്മൾ എൻ്റെ ഓൻ്റെ പെരക്കേക്ക് എത്തി. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് അമ്മായിൻ്റെ പെരക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ പോയത് നൗഷുവിൻ്റെ കസിൻ്റെ പെരക്കാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നൈറ്റ് ആയിരുന്നു. അങ്ങനെ ഇങ്ങനെ പിള്ളേരൊപ്പരെല്ലാം ഇങ്ങനെ കളിച്ചു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ എനിവേയ്സ് ഇതെൻ്റെ 2026 ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. ഒന്നും കൂടി അറിയുമോ? ഒന്നും കൂടി അറിയും. ആ ലൈറ്റ് പോയാ? ലൈറ്റ് അല്ല, ഇത് ഷൂട്ട് ചെയ്തെടുത്ത അവര് ബ്ലോക്ക് എന്താ പേര്? അങ്ങനെ നമ്മൾ 12:30 ആകുമ്പോഴത്തേക്കും വിചാരിച്ചു. അപ്പം കാറിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഒരു ബെഡ് പോലെ ആക്കിയിട്ട് മൂന്ന് അവിടെ സേഫായി കിടത്തി. അപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങാം. അങ്ങനെ ഇപ്പോൾ സമയം 3 മണിയായി. അപ്പോൾ നമ്മൾ ഏകദേശം വയനാട് എത്താനായി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഒരു ഫോറസ്റ്റ് ഒരു വഴിയുണ്ട്. അപ്പോൾ നമ്മൾ അതിലൂടെ കയറാമെന്ന് വിചാരിക്കുന്നത്. ഒരു 6 മണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യത്തോടു കൂടി കയറാം. അല്ലാണ്ട് ഈ രാത്രി ആണെങ്കിൽ നമുക്ക് അവിടെ പുറത്ത് വെച്ചിട്ട് ഉറങ്ങാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ വഴി. നമുക്ക് കുറച്ച് ധൈര്യം കൂടുതലായതുകൊണ്ട് നമുക്ക് ആ ഒരു 3:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ആ വഴി കയറി. എന്തെല്ലാം പറഞ്ഞു? ആനനെ കാണാൻ പറ്റുമോ? നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആനനെ കാണാം. ഞാൻ കയ്യെല്ലാം തളരും കുറച്ച് കണ്ടാല്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വണ്ടി ബാക്ക് എടുക്കുന്നു. പുലി ഉണ്ടാവില്ലായിരിക്കും അല്ലെ? ആനനെ കാണാൻ പോയി നമ്മൾ കണ്ടത് എന്തിനെ? പുലിനെ. നിങ്ങൾ കണ്ടത് കേട്ടോ? പുലിനെ കാണുന്ന ബാക്കില് പോയി കഴുതപ്പുലിയല്ല. ഇഡ്ലിയും ചമ്മന്തിയെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പോൾ നമ്മുടെ റിസോർട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം ടൈം ഒരു 7:30 ആയിട്ടുണ്ടാവും. എത്ര മുമ്പ് In 300 meters, you will arrive at your destination. ഗേറ്റ് ഇങ്ങോട്ട് വണ്ടി കുത്താൻ നല്ല കാറുന്ന സ്ഥലമായി പോയല്ലേ. അവിടെ മറ്റേ ജില്ലയാണ്. ആൻഡ് ഫൈനലി നമ്മൾ റിസോർട്ടിലെത്തി. മൗണ്ട് ബുള്ളർ എന്നാണ് ഇതിൻ്റെ പേര്. നമുക്കെല്ലാവർക്കും ഇറങ്ങിയാട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല തണുപ്പുണ്ടായിരുന്നു, അതുപോലെ നല്ല കാറ്റുണ്ടായിരുന്നു. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കാം ആൻഡ് പീസായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി പ്ലേസാണ്. അങ്ങനെ എല്ലാവർക്കും നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വേഗം ഉറങ്ങി ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് എണീക്കാവുന്നൊരു ഐഡിയയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനു മുമ്പ് ഞാൻ റൂമിൻ്റെ ഒരു റൂം ടൂർ കാണിച്ചു തരാം. അങ്ങനെ നമ്മളെല്ലാവരും ഒരു ഉച്ചയാകുമ്പോൾ എണീച്ചു, ഫുഡൊക്കെ ഓർഡർ ചെയ്തു.
അങ്ങനെ നെയ്ച്ചോറും ഡ്രൈ ചിക്കനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എന്നിട്ടത് കഴിച്ച് നല്ല പീസായിട്ട് അവിടെ കുറേ സമയം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മളൊന്ന് പുറത്തു പോയി ചായയൊക്കെ കുടിച്ച് ഒരു 7-7:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും റിസോർട്ടിൽ തന്നെ എത്തി. അപ്പം അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, കാരണം മറവിയും പിന്നെ മടിയും കാരണം. അതുകൊണ്ട് എനിക്കൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ ഏതെങ്കിലും ഇവിടെ അടുത്ത് തന്നെ എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയി ജസ്റ്റ് ഒന്ന് അവിടെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നൈറ്റ് ഇതുപോലെ ക്യാമ്പ് ഫയറൊക്കെ നടത്തി. അപ്പോൾ ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പായസത്തിൻ്റെ കണ്ടിട്ടാകുമ്പോൾ നമ്മളതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുല്ലയരി പായസവും പാലട പായസമാണ് വാങ്ങിയത്. ഭയങ്കര ചൂടല്ല. എല്ലാ ഫാൻസുകൾക്കും വേണ്ടി കോമാച്ചി പാർക്കിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെതാ ഈ കുഞ്ഞ് ഭയങ്കര ഹാപ്പിയായി. നമ്മളിപ്പോൾ വയനാട് പാർക്കിലുള്ളത്. നമ്മൾ കയറാൻ പോകുന്നത് ഫോട്ടോഗ്രാഫി മ്യൂസിയം. ഫോട്ടോഗ്രാഫി മ്യൂസിയം ആണ്. പഴയകാല ക്യാമറകളാണ് പണ്ട് യൂസ്. Hello friends, welcome to my show Akia Komachi. ഗായ്സ്, ഒരു നല്ലൊരു ഫീഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ലേന്ന് ചെറിയ എമൗണ്ട് അങ്ങോട്ട് കൊണ്ട് പാറി കളിക്കുന്നു. അത് വരുന്നില്ല അതിനോരോ. നിങ്ങളെ ഇഷ്ടമായത് കേട്ടോ. കൈ നീട്ട്, നേരെ കൈ മടക്കല്ല. ഇഷ്ടപ്പെട്ടത് ഒറ്റൊരു വ്യക്തിയാണ്. നമ്മളെ കൈമൊന്നും വരുന്നില്ല, എന്തോ ഉണ്ടല്ല. വിത്തില്ല ഇമ്മ എവിടെ പോന്ന് പോലായാ? നീ ഇതിലാ പോന്ന്? ഡോർ എടുക്കണോ? ഓക്കെ, ഡോറിന് പൊട്ടിക്കോ. ഡോറ് പൊട്ടിക്കോ. കാണില്ല. എല്ലാവർക്കും കൊടുക്കുക. മറ്റേ കൊടുക്കില്ലെങ്കിൽ തുള്ളി പിടിക്കും. പഴം കുരങ്ങിന് കൊടുക്കാൻ വേണ്ടി പഴംപൊരിയാണ് വാങ്ങിയെന്ന്. നന്മയുള്ള ലോകമേ. കം ഹിയർ. ആടെ തന്നെ കൊടുത്തേ, കാച്ച് പിടിക്കൂ. ഇത് എനിക്ക് ഇതിനെ തീരെ വിശ്വാസമില്ല. ഹാപ്പി മണപ്പിക്കേ നിമ്മുനെ പോലെ. ഡോണ്ട് വറി. ഹാപ്പി? നിങ്ങൾ ഹാപ്പിയാണോ? ഹാപ്പി. ഞാനും കുരങ്ങനും ഹാപ്പി. അങ്ങനെ ബൈ ബൈ പറഞ്ഞ കുരങ്ങൻ പോയി. പോയി. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ആട് വളർത്തൽ കേന്ദ്രം കണ്ടിട്ട് അവിടെയും നമ്മളൊന്ന് കയറി. അതെ, ദിവസം തിന്നാലാന്ന്.
ഇത് നിങ്ങൾ എന്താണ് പറയൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇത് നോക്കി മൈങ്കിൾ നല്ലതാണ്. നിറച്ചും പിടിച്ചിട്ടുണ്ട്. ഫൈനലി നമ്മൾ കണ്ണൂർ എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ നൽത്താസിന്ന് ഷവർമയൊക്കെ കഴിച്ച് പിന്നെ പയ്യാമ്പലം ബീച്ചിലൊക്കെ പോയി കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് പോവാ വിചാരിച്ചിട്ട് ഇതിലേ വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറിയത് അൽത്താസയിൽ നല്ല അടിപൊളി ഷവർമയാണ്, എന്തായാലും എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. അപ്പം നമ്മൾ 2 ഷവർമ വാങ്ങി. അവിടെ നിന്ന് നമ്മൾ നേരെ വിട്ടത് പയ്യാമ്പലം ബീച്ചിലാണ്. അവിടെ നിന്ന് സൈൻ ലാബാനും കൂടി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറേ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിന്നാൻ വേണ്ടി പറ്റൂ. അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഷുഗർ കെയിൻ്റെ ജ്യൂസ് കണ്ടത്. ആ ഷുഗർ കെയിൻ ജ്യൂസ് അല്ലേനും എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ബോട്ടിലാണ്. നല്ലൊരു ബോട്ടിൽ, നല്ല ക്യൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിയതാണ്. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വ്ളോഗുമായി വരുന്നത് വരെ ബൈ ബൈ.